ഇറാന്റെ പവർ പ്ലാന്റുകളിലേക്ക് ആക്രമണം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് 10 ദിവസത്തെ ഇടവേള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചതാണ്. ഇന്ന് പശ്ചിമേഷ്യയിലെ 28ാം ദിവസത്തിലേക്ക് സാഹചര്യങ്ങൾ കടക്കുമ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇറാന്റെ എനർജി പ്ലാന്റുകളടക്കം പവർ പ്ലാന്റുകളിലടക്കം ആക്രമണം നടത്തുന്നതിനാണ് ഒരു ടെമ്പററി പോസ് നൽകിയിരിക്കുന്നത്. 10 ദിവസത്തേക്ക്, അതായത് ഏപ്രിൽ 6 വരെ തങ്ങൾ ഒരു ആക്രമണവും നടത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതേ വാർത്താ സമ്മേളനത്തിൽ ഇറാനുമായുള്ള പീസ് ഡീൽ ചർച്ചകൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നതുമില്ല. ഇതിനിടെ ഇറാനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്താതെ റോയിറ്റേഴ്സിനോട് പറഞ്ഞത് അമേരിക്കയിൽ നിന്നും 15-ന് പീസ് ഡീലുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ തങ്ങൾക്ക് ലഭിച്ചു, പക്ഷെ അത് വൺ സൈഡഡും അൺഫെയറുമാണ് എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ അത് നേരത്തെ തന്നെ തള്ളിക്കളഞ്ഞതാണ്. അപ്പൊ ഇങ്ങനൊരു സംഭവം ലഭിച്ചു എന്നുള്ള ഒരു കാര്യം ഇറാൻ വ്യക്തമാക്കുന്നതുണ്ട്. പശ്ചിമേഷ്യയില് കാര്യങ്ങൾ എങ്ങുമെത്താതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അമേരിക്ക 10,000-ഓളം സൈനികരെ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു, കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകൾ നടക്കുന്നതിനിടെ ഇറാൻ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. 10 ലക്ഷം സൈനികരെ തയ്യാറാക്കുകയാണ്, സജ്ജമാക്കുകയാണ്. യുവ വോളണ്ടിയർമാരെ ക്ഷണിച്ചുകൊണ്ടുള്ള നീക്കം ഇറാൻ നടത്തുന്നു. വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ ഇരുപക്ഷവും നടത്തുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇറാനുമായുള്ള ഒരു പീസ് ഡീലിന് വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ശ്രമങ്ങൾ നടത്തുമ്പോൾ പല രീതിയിലുള്ള അഭ്യൂഹങ്ങളും ശക്തമാകുന്നുണ്ട്. ഒന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ആഗോള എണ്ണവിലയെ പിടിച്ച് നിർത്തുക താൽക്കാലികമായി. 2, മിഡ് ടേം ഇലക്ഷനുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്. ഇനി 3, ശക്തമായ ഒരു കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനിടെ ഒരു മുന്നൊരുക്കങ്ങൾക്കായിട്ടുള്ള ഒരു സമയം ബൈ ചെയ്യുക എന്ന് പറയുന്ന ഒരു തന്ത്രമാണോ? ആ രീതിയിലുള്ള അഭ്യൂഹങ്ങളും വളരെയധികം ശക്തമാക്കുന്നുണ്ട്. എന്തായാലും ഒരു വശത്ത് പീസ് ഡീലിനെ കുറിച്ച് ട്രംപ് പറയുമ്പോൾ തന്നെ മറുവശത്ത് ശക്തമായ ആക്രമണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ഇരുപക്ഷവും നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. യുദ്ധം 28ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പല രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എനർജി ക്ഷാമം അടക്കം പല രാജ്യങ്ങളിലും നേരിട്ട് സാധാരണക്കാരിലേക്ക് അനുഭവിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയിൽ പ്രീമിയം പെട്രോളിന്റെ വില കഴിഞ്ഞ ദിവസം വർദ്ധിപ്പിച്ചത് നമ്മൾ വാർത്തയായി നൽകിയിരുന്നതാണ്. ഈ സാധാരണക്കാർക്ക് ഉപയോഗിക്കുന്ന പെട്രോളിലേക്ക് വില വർധന വരുമ്പോഴാണ് അത് നമ്മളെ കൂടുതൽ പൊള്ളിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കാനുള്ള പരമാവധി ശ്രമം കേന്ദ്രം നടത്തുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്നത് എക്സൈസ് തീരുവ കുറച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലിറ്ററിന് 10 രൂപയാണ് പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കുറച്ചിരിക്കുന്നത്. അപ്പൊ നിലവിൽ എക്സൈസ് തീരുവ പെട്രോളിന് 13 രൂപയാണ്. അതിൽ നിന്ന് 10 രൂപ കുറയുമ്പോൾ ഇനി 3 രൂപ മാത്രം എക്സൈസ് തീരുവ നൽകിയാൽ മതി. ഡീസലിന് 10 രൂപ തന്നെയായിരുന്നു. 10 രൂപയും എടുത്തു മാറ്റിയതോടെ ഡീസലിനുള്ള എക്സൈസ് തീരുവ പൂർണ്ണമായും ഒഴിവായിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം നയാര സാധാരണ പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ വില വർദ്ധിപ്പിച്ച ഒരു തീരുമാനം കൊണ്ടുവന്നിരുന്നു. അപ്പൊ മറ്റു പെട്രോളിയം കമ്പനികളും സമാനമായിട്ടുള്ള നീക്കം നടത്താതിരിക്കാനും വില വർധന സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാനുമാണ് എക്സൈസ് തീരുവ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ കുറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ നീക്കം നടത്തിയിരിക്കുന്നതെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. മിക്ക രാജ്യങ്ങളും ഈ ഊർജ പ്രതിസന്ധി അടക്കം അനുഭവിച്ചു തുടങ്ങുന്നുണ്ട്. വിയറ്റ്നാമിൽ ഇപ്പോൾ ഗ്രീൻ ടാക്സ് പൂർണ്ണമായും എടുത്തു മാറ്റിയ ഒരു വാർത്തയാണ് വരുന്നത്. ഇന്ധനങ്ങൾക്ക് മേൽ എൻവയോൺമെന്റൽ ടാക്സ് അവർ ഏർപ്പെടുത്തിയിരുന്നു, അത് പൂർണ്ണമായും എടുത്ത് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഈ പെട്രോൾ വിലവർധന സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു നടപടിയായിട്ട് അതിനെ കാണാൻ കഴിയും. ജപ്പാനില് ഇപ്പോൾ ഈ തെർമൽ പവർ സ്റ്റേഷനുകൾ, കൽക്കരി കൊണ്ട് പ്രവർത്തിക്കുന്ന തെർമൽ പവർ സ്റ്റേഷനുകൾക്ക് വലിയ രീതിയിലുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളും ഒക്കെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിനുള്ള റെസ്ട്രിക്ഷൻസ് നീക്കം ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൽക്കരി കൊണ്ട് ഉപയോഗിക്കുന്ന തെർമൽ പവർ സ്റ്റേഷനുകൾ തൽക്കാലം പ്രവർത്തിപ്പിക്കാൻ പവർ പ്ലാന്റുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു ജപ്പാൻ എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എനർജി ടാക്സുകൾ ഒഴിവാക്കിക്കൊണ്ട് യുദ്ധകാല സാഹചര്യങ്ങളിലെ നടപടികൾക്കായി 5 ബില്യൺ യൂറോസ് ആണ് സ്പെയിൻ മാറ്റിവെച്ചിരിക്കുന്നത്. എനർജി ടാക്സുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നീക്കം പോളണ്ട് നടത്തിയിരിക്കുന്നു. 23% നിന്നും 8% ടാക്സുകൾ പോളണ്ട് വെട്ടിക്കുറച്ചിരിക്കുന്നത്. 17 ബില്യൺ ഡോളറിന്റെ വാർ ടൈം ബജറ്റിലേക്ക് സൗത്ത് കൊറിയ നീങ്ങുന്നു. അങ്ങനെ വിവിധ രാജ്യങ്ങൾ പ്രത്യേക സാഹചര്യവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളിലാണ്. എനർജി പ്രതിസന്ധി അടക്കം നേരിടാനുള്ള നീക്കങ്ങൾ ഓൾറെഡി എടുത്തിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഇതിനിടെ 10 ദിവസത്തേക്ക് ഈ യുദ്ധം താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും കുറഞ്ഞു എന്നതാണ് ഇപ്പോൾ പറയാനുള്ള കാര്യം. ബ്രന്റ് ക്രൂഡിന്റെ വില ബാരലിന് $93 കുറഞ്ഞിരിക്കുന്നു എന്നാണ് വിപണി നൽകുന്ന സൂചന.
എന്തായാലും 28ാം ദിവസത്തിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുമ്പോഴും വ്യക്തമായ ഒരു സമാധാന നീക്കങ്ങൾ നടക്കുന്നില്ല, ഫലപ്രദമായ ഒരു സമാധാന നീക്കം നടക്കുന്നില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം. GCC രാജ്യങ്ങൾ അടക്കമുള്ള മേഖലാ രാജ്യങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണം ശക്തമായി തുടരുന്നുണ്ട്. ടെഹ്റാൻ കേന്ദ്രമാക്കി ഇസ്രയേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട്. ഇസ്രയേൽ രണ്ട് തലങ്ങളിലാണ് യുദ്ധം ശക്തമാക്കുന്നത്. തെക്കൻ ലബനോനിലടക്കം ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരായ ആക്രമണം വളരെ ശക്തമായി തുടരുന്നു. ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ വരുന്നു. യുദ്ധം വളരെ സജീവമായി നടക്കുന്നതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണാം.